പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് നമുക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി ഏറ്റവും ക്രിട്ടിക്കൽ ഒരു ഇഷ്യൂ ആണ് അടുത്ത 5-10 കൊല്ലത്തിൽ. കോൺഫിഡൻസ് ഉണ്ട്. ആ എയിംസ് നമ്മുടെ കേരളത്തിൻ്റെ എയിംസ് പറയണോ, എന്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ എയിംസ് പറയണോ, അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരും. നമസ്കാരം, ഉത്തരത്തിലേക്ക് സ്വാഗതം. 18 കൊല്ലമായിട്ട് പബ്ലിക് ലൈഫിലാണ്. 18 കൊല്ലം മുമ്പേ ഞാൻ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇവിടെ 96-97 BPL മൊബൈൽ ആദ്യത്തെ സെല്ലിൽ തുടങ്ങി. അത് 10 കൊല്ലം നടത്തി. അതിന്റെ എക്സിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ 2006 ഐ ജോയിൻ പോളിറ്റിക്സ് ഇൻ പബ്ലിക് ലൈഫ്. അപ്പൊ ഞാൻ 18 കൊല്ലമായിട്ട് ഈ പബ്ലിക് ലൈഫിലുണ്ട്. ആ 18 കൊല്ലം എന്റെ പബ്ലിക് ലൈഫിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു കോമൺ ത്രെഡ് നോക്കിയാൽ ഞാൻ പബ്ലിക് ലൈഫിൽ ചെയ്യാനാണ് അറിയുന്നത്, പണി ചെയ്യാൻ. ഞാൻ ഒരു വലിയ വിഷണറി ആണോ, അങ്ങനെ ഒരു ഗ്രാൻഡ്യൂസ് പ്ലാൻസ് ഉണ്ട് ഞാൻ എന്നും പറഞ്ഞിട്ടുമില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഒരു ഹൈലി ഡെവലപ്ഡ് സെൻസ് ഓഫ് കോമൺ സെൻസ്, ഒരു വർക്ക് എത്തിക്, അത് എന്നെ ഓൺട്രപ്രണറിയൽ കരിയറിലും ഇന്ന് പബ്ലിക് ലൈഫിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് എന്റെ ക്യാരക്ടറിസ്റ്റിക്. അധ്യക്ഷൻ പറഞ്ഞ മാതിരി ട്രിവാൻഡ്രം അജണ്ട ടാസ്ക് ഫോഴ്സ്, അവേക്ക് ട്രിവാൻഡ്രം, ഇതെല്ലാം ഒരു സിറ്റിസൺഷിപ്പിന്റെ ഇൻവോൾവ്മെന്റ്, ഗവർണൻസിന്റെ സിറ്റിസൺഷിപ്പിന്റെ ആഗ്രഹത്തോടെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്ന ഒരു സൈനാണ്. അത് നല്ലതാണ്. ഞാൻ ബാംഗ്ലൂരിലുണ്ടാവുമ്പോൾ, ബാംഗ്ലൂരിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അവിടെ എത്രയോ ഇങ്ങനെ സിറ്റിസൺ ഗ്രൂപ്പ്സിന്റെ കൂടെ ഇരുന്ന് അവരെ ഇൻവോൾവ് ചെയ്ത് മാസ്റ്റർ പ്ലാനിംഗ് മുതൽ ആക്ടിവിസം വരെ, ലാൻഡ് യൂസ് മുതൽ ഗവർണൻസ് ഫെയിലിയേഴ്സും ഗവർണൻസ് സജഷൻസ് വരെ, advocacy, activism and partnership, ഈ 3 ഫ്രേസ് ആണ് ഞാൻ കാണുന്നത് ഒരു ഗവൺമെന്റ് ആൻഡ് പബ്ലിക് റെപ്രസെന്റേറ്റീവ് ഏറ്റവും വലിയ 3 pillars vis-a-vis citizens of that district or state or city. അപ്പോൾ advocacy എന്താണ് നമുക്ക് വേണ്ടത്, അത് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതിനു വേണ്ടി നമ്മൾ ഒരു ആക്ടിവിസം, ഒരു പ്ലാൻ മാത്രമല്ല, അതിന് പിന്നിൽ നമ്മൾ എഫേർട്ടും ഉണ്ടാവും. അത് ആക്ടിവിസം. പിന്നെ പാർട്ണർഷിപ്പ്. ഏത് ഡെമോക്രസിയിലാണെങ്കിലും ഒരു സക്സസ്ഫുൾ സിറ്റി, ഒരു സക്സസ്ഫുൾ ഡിസ്ട്രിക്ട്, ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കോൺസ്റ്റോൺ. അത് ഞാൻ ഇതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു പബ്ലിക് സർവന്റ് ആണ്. അത് പറയാൻ ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞു. രണ്ടാമത്തത്, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പ്ലാനിങ്, മാസ്റ്റർ പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, വിഷനിങ്, ഇതെല്ലാം ഞാൻ കരുതുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് എ സിറ്റീസ് ഡെവലപ്മെന്റ് ഓർ എ ഡിസ്ട്രിക്ട്സ് ഡെവലപ്മെന്റ്. ഇന്ന് തിരുവനന്തപുരത്തിന് ഏറ്റവും ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ, ഞാൻ 96-97 വന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി. അന്നെല്ലാം തിരുവനന്തപുരം ടെക്നോളജിന്റെ മേഖലയിൽ ഒരു പയനിയറിംഗ് സിറ്റി ആയിരുന്നു. ടെക്നോ പാർക്ക് എല്ലാം ഇവിടുന്ന് തുടങ്ങി. ബാംഗ്ലൂരിൽ ആ കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗുരുഗ്രാം, ഡൽഹി, ചെന്നൈ. ബട്ട് ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ, ലാക്ക് ഓഫ് എ വിഷൻ, അതിന്റെ കാരണമാണ് ഇന്ന് ഇന്ത്യയിലെ പ്രൊഫസർ മൈക്കൽ സ്പെൻസ്, ഒരു നോബൽ ലോറിയേറ്റ്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് as the world's best in digital and innovation economy. World's best, not amongst the best, not the top 5, not the top 10, the best. പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആ ഇന്നോവേഷൻ ഡിജിറ്റൽ ഇക്കോണമിയിൽ 16ാമത്തെ 18ാമത്തെ നമ്പറാണ് ഓൺ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഓൺ ബേസിസ് ഓഫ് യൂണിക്കോൺ, ഓൺ ബേസിസ് ഓഫ്. അത് എന്തുകൊണ്ട്? ഒരു ഓവറോൾ ഒരു സ്ട്രാറ്റജിക് വിഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷൻ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മാതിരി സുപ്രീം കോർട്ടിൽ പോയിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നു
Kerala government can only have economic activities in tourism and IT. അപ്പോ മത്സ്യത്തൊഴിലാളികളോ കർഷകരോ ഫാക്ടറീസോ മാനുഫാക്ചറിങ്ങോ ഇവിടെ പറ്റില്ല എന്നാ പറഞ്ഞു. അതിനൊരു ഓവറോൾ വിഷൻ ഉണ്ടാവണം. ആ വിഷൻ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം ഞാനിപ്പോ ഇത് ഇലക്ഷൻ ആണ് അതുകൊണ്ടല്ല പറഞ്ഞത്. ഇത് ഞാനൊരു ഡീപ്ലി ഫെൽറ്റ് ഫീലിംഗ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈസ് എ ലാൻഡ് ഓഫ് ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഹാൻഡില് ഞാൻ ജനങ്ങളെ മീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി അവരെ എത്രയോ പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. അത് എത്രയോ കാലത്തിന്റെ ഒരു നെഗ്ലിജൻസും ആപ്പത്തിയും ചെറിയ പ്രോബ്ലംസ് എല്ലാം വലിയ പ്രോബ്ലംസ് ആയി മാറിയിട്ടുണ്ട്. അതൊരു ഒന്ന്. അതിന്റെ പരിഹാരം ഉണ്ടാക്കാനും അത് പരിഹാരം എടുക്കാനും അതിന്റെ സോൾവ് ചെയ്യാനും ഒരു വെരി ഇമ്പോർട്ടന്റ് പില്ലർ. അത് തീരദേശ മേഖലയാണോ, നമ്മുടെ കർഷകരാണോ, നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് ആണോ, അതെല്ലാം ഒരു ബാസ്കറ്റ് ഓഫ് പ്രോബ്ലംസ് ഓൺ ചാലഞ്ചസ് ടു ബി സോൾവ്. ഇതില് ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ബിക്കോസ് വിഴിഞ്ഞം പോർട്ടിന്റെ ബെനിഫിറ്റ് തിരുവനന്തപുരത്തിന് കിട്ടണം. സൗത്ത് തമിഴ്നാടുക്കല്ല കിട്ടുന്നത്. ഞാനിപ്പോഴും പറയാം, ഇപ്പോൾ ആർഗ്യുമെന്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ നമ്മൾ വിഴിഞ്ഞം പോർട്ട് നമ്മളെ ലാൻഡ് നമ്മളെ ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഫാക്ടറി ആണല്ലോ അതിനെ ഫീഡ് ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഫാക്ടറിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പോർട്ട് ഉണ്ടാക്കുന്നത്. ആ ഫാക്ടറി നമ്മുടെ നാട്ടിലുണ്ടാവണം, നമ്മുടെ കേരളയിൽ ഉണ്ടാവണം, നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാവണം. നമ്മൾ ഹൈവേ ഉണ്ടാക്കിയിട്ട് സൗത്ത് തമിഴ്നാടിൽ ഈസി ആക്കിയാൽ അവര് ഫാക്ടറി അവിടെ കൊണ്ടുവരും. അപ്പോൾ പോർട്ട് ലെറ്റ് ഡെവലപ്മെന്റ് നമുക്ക് വേണ്ടി, നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി ഏറ്റവും ക്രിട്ടിക്കൽ ഒരു ഇഷ്യൂ ആണ് അടുത്ത 5-10 കൊല്ലത്തിൽ. ഞാൻ ഇന്ന് വിത്ത് ഗ്രേറ്റ് അതോറിറ്റി ഐ എം സെയിങ്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല, ഇലക്ഷൻ ടൈമാണ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ എയിംസ് നമ്മുടെ കേരളത്തിൻ്റെ എയിംസ് പറയണോ, എന്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് എയിംസ് പറയണോ, അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരും.